വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി അഥവാ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാഹനത്തിൻ്റെ മീറ്ററിൽ കാണിക്കുന്ന 14.1 കിലോമീറ്റർ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൽ കാണിക്കുന്ന ഫ്യൂവൽ എഫിഷ്യൻസി എത്രത്തോളം ശരിയാണ്? ഇങ്ങനൊരു സംശയം നിങ്ങൾക്കുണ്ടോ? കാരണം പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ വാഹനത്തിൽ ആകപ്പാടെ 12 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ മീറ്ററിൽ കാണിക്കുന്നുള്ളൂ, ഇത് ശരിയാണോ? അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നൊരു കാര്യമാണ്, ഇത് എത്ര നാളായിട്ട് ഈ പറയുന്ന 12.1 നിങ്ങൾ കാണുന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ തരുന്ന ഉത്തരം എന്താണെന്നറിയാം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അന്നേരം അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വാഹനം എടുത്തപ്പോൾ തൊട്ടേ ഇങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഫ്യൂവൽ എഫിഷ്യൻസി ഒന്ന് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് വാഹനമാണെങ്കിലും ആ വാഹനത്തിൻ്റെ ഇൻസ്റ്റൻറ്റ് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്ന വേറൊരു ഓപ്ഷൻ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം റേഞ്ച് ഇതാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ 3.7 കിലോമീറ്റർ പെർ ലിറ്റർ, ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഫ്യൂൽ എഫിഷ്യൻസി. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആവറേജ് 13.7. ഇത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു ഏകദേശം 50 അല്ലെങ്കിൽ 60 കിലോമീറ്ററൊക്കെ നമ്മൾ ഈ ഒരു വാഹനം ഒറ്റ സ്ട്രെച്ചിൽ ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് സ്റ്റേബിളായി പോകും. സ്റ്റേബിളായി പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ചിലപ്പോൾ ഒരു 12 ആണെങ്കിൽ 12 തന്നെ സ്റ്റക്കായി നിന്ന് പോകും. അത് കുറയോ കൂടുകയോ ചെയ്യത്തില്ല. അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഏകദേശം ഒരു ലോങ് പോകുന്ന സമയത്ത് നമുക്ക് ഈ വാഹനത്തിൽ ഒരു 21 ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. ഈ 21 തന്നെ പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്ന് പോകും. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ചിലർ പറയും 21 തന്നെ എനിക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്, സിറ്റിയിൽ ഓടിച്ചാലും കിട്ടുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളത് റീസെറ്റ് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു ഫിഗറിൽ തന്നെ അത് സ്റ്റക്കായി പോകുന്നതുകൊണ്ടാണ് നമ്മളിത് എപ്പോഴും റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്യാൻ ഒരു പാടുമില്ല. നമുക്ക് നമ്മുടെ ഈ റൈറ്റ് സൈഡിലെ നോബ്, പല വാഹനത്തിനും പല രീതിക്കായിരിക്കും, നമുക്ക് ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഈ നോബ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് 0 ആയി. ഇനി നമ്മൾ വാഹനം ഓടിക്കുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. അതായത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ വാഹനം ഓടിക്കുന്ന രീതിയും കൂടെ കമ്പയർ ചെയ്തായിരിക്കും നമുക്ക് അവിടെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കാണിക്കുന്നത്. ആ ഫ്യൂവൽ എഫിഷ്യൻസി അഥവാ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് കൃത്യം നോക്കിയതിന് ശേഷം മാത്രം റേഞ്ച് ഒന്നുകൂടെ ഒന്ന് റീകാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പം 380 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൽ കാണിക്കുന്നത്. പക്ഷേ 380 അല്ല, അതിന് മുകളിൽ ഓടാനുള്ള ഫ്യൂവൽ ഈ വാഹനത്തിലുണ്ട്. കാരണം ഇതൊരു ഫുൾ ടാങ്ക് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമ്മുടെ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ റേഞ്ച് എപ്പോഴും കാണിക്കുന്നത്. അതുകൊണ്ട് റേഞ്ച് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇനി തൊട്ടൊരു ലോങ് പോകുന്ന സമയത്ത് എപ്പോഴും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി റീസെറ്റ് ചെയ്ത് 0 ആക്കി പിന്നീട് ഓടിക്കുന്നതിനനുസരിച്ച് അത് കൃത്യമായിട്ട് നമുക്ക് കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഓരോ തവണയും ഇത് റീസെറ്റ് ചെയ്തോണം, മറക്കരുത്.